പല കുട്ടികൾക്കും ഉണ്ടായിരുന്ന ഡൗട്ടാണ്, ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുമോ എന്നൊരു ഡൗട്ട് അവർക്കുണ്ടായിരിക്കും. അപ്പം ACCA എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് കോഴ്സ് തന്നെയാണ്. അപ്പം വാട്ട് മേക്സ് ACCA ചലഞ്ചിങ് കോഴ്സ് ആൻഡ് നമ്മൾ ഇങ്ങനെ അത് ഓവർകം ചെയ്യും എന്നുള്ളതൊന്ന് പറയും. ACCA എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അപ്പം അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ACCAക്ക് ഉണ്ട്. അപ്പം റെഗുലർ ഒരു ഡിഗ്രി പോലെ അല്ല ACCA എന്ന് പറയുന്ന കോഴ്സ്. വാട്ട് മേക്സ് ACCA ചലഞ്ചിങ് ഇസ് ദാറ്റ് ACCAയിൽ നമ്മൾ നോളജ് മാത്രം പോരാ നമുക്ക്. ഇപ്പം ബാക്കിയുള്ള കോഴ്സിലൊക്കെ, ഇപ്പം റെഗുലർ ആയിട്ട് ഞാൻ പറഞ്ഞ ഡിഗ്രി പോലുള്ള കോഴ്സിലൊക്കെ നമ്മൾ പഠിച്ചത് അതുപോലെ ചോദിക്കുക, അതായത് ക്വസ്റ്റ്യൻസ് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ, അതൊക്കെ ആയിരിക്കും നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ വെൻ കംസ് ടു ACCA ഇവിടെ ആപ്ലിക്കേഷനാണ്. നമ്മൾ എന്താണ് പഠിച്ചത് അതെങ്ങനെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുമെന്നാണ് ACCAയിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോർപ്പറേറ്റ്സിൽ പോകുമ്പോഴത്തേക്കിനും ഈ നമ്മൾ പഠിച്ചത് അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ACCAയിൽ നമ്മൾ പാസ്സാവില്ല. ഇതിപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ACCA ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ 100% എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ ACCA പാസ്സാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോളജ് മാത്രം പോരാ ACCA പാസ്സാവാനായിട്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആർക്ക് വേണമെങ്കിലും ബൈ ഹാർട്ട് ചെയ്യാം, പക്ഷേ ബൈ ഹാർട്ട് ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഹൗ ടു അപ്ലൈ ദാറ്റ്, നമ്മൾ പഠിച്ച കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാണെങ്കിൽ പ്രാക്ടീസ് കൂടെ മാത്രമാണ് അത് സാധിക്കത്തുള്ളൂ. സോ ട്രിപ്ലൈലാണെങ്കിൽ നമുക്കിവിടെ മെൻറ്റർഷിപ്പ് സെഷൻസ് ഉണ്ട്. ഓരോ പേപ്പറും നമുക്ക് ഫാക്കൽറ്റി പഠിപ്പിക്കുന്നത് കൂടാതെ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവർ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ മോക്ക് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലാസ് ടെസ്റ്റും മോക്ക് എക്സാംസും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ACCA ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും.